ഈ വീഡിയോയിൽ നമ്മൾ ഫിസിക്സ് ചാപ്റ്റർ 4 മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ടിന്റെ പാർട്ട് 7 വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് ഈ ഒരു ഭാഗം. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതിൽ വന്നിരിക്കുന്നത്. ഈ ഒരു ഫിഗർ എടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം എ ബി എന്ന് പറഞ്ഞത് ഒരു കണ്ടക്ടിങ് റോഡാണ്. കണ്ടക്ടിങ് റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കറണ്ട് ക്യാരി ചെയ്യുന്ന ഒരു കണ്ടക്ടർ ആയിട്ട് നമുക്ക് എ ബിയെ കരുതാം. ഇനി എ ബി എന്ന് പറഞ്ഞത് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. കണ്ടക്ടിങ് റോഡിന് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. എ ബിനെ ഒരു ബെൽ സ്വിച്ചിലേക്കും ഒരു ബാറ്ററിയിലേക്കും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് തൊട്ട് മുകളിലായിട്ട് ഒരു മാഗ്നറ്റ് കൊണ്ടുവച്ചിട്ടുണ്ട്. പെർമനന്റ് ആയിട്ടുള്ള ഒരു മാഗ്നറ്റ് ആണ് കൊണ്ടുവച്ചേക്കുന്നത്. പെർമനന്റ് ആയിട്ടുള്ള ഒരു മാഗ്നറ്റിന്റെ പ്രത്യേകത എന്താണ്? ഈ മാഗ്നറ്റിന് ചുറ്റും എപ്പോഴും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരിക്കും. ഇനി എ ബി എന്ന് പറഞ്ഞ ഈ ഒരു റോഡിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരിക്കും. അപ്പൊ ഈ രണ്ട് മാഗ്നറ്റിക് ഫീൽഡ് തമ്മിൽ വരുന്ന ഫോഴ്സ് ഓഫ് അട്രാക്ഷനോ റിപ്പൽഷനോ കാരണം ഈ എ ബി എന്ന് പറഞ്ഞ ഈ റോഡിൽ ഫോഴ്സ് വരും, ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. ആ ഫോഴ്സിന്റെ ഫലമായിട്ടാണ് എ ബി ഇവിടെ മൂവ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് എ ബി മൂവ് ചെയ്യോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കണ്ടക്ടിങ് റോഡ് ഉറപ്പായിട്ട് മൂവ് ചെയ്യും. എന്നാൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ബെൽ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഏത് ഡയറക്ഷനിലോട്ടാണ് ഈ മെറ്റൽ എ ബി മൂവ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്ലെമിങ്സിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ വെച്ചിട്ട് നമുക്കത് തെളിയിക്കാം. അതായത് ആദ്യം തന്നെ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളിൽ 3 കാര്യങ്ങളാണ് വരുന്നത്. ഒന്ന്, ഫസ്റ്റ് ഫിംഗർ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? ചൂണ്ടുവിരൽ എന്ന് പറഞ്ഞ ആ ഫിംഗർ. സെക്കൻഡ് ഫിംഗർ അഥവാ മിഡിൽ ഫിംഗർ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? തമ്പ് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? അപ്പോൾ ഇവിടെ നോക്കിയേ, ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളിൽ ഫസ്റ്റ് ഫിംഗർ അഥവാ ചൂണ്ടുവിരൽ കൊടുത്തേക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനെയാണ്. അറിയാലോ നിങ്ങൾക്ക്. അപ്പോൾ നോർത്തിന്ന് സൗത്തിലോട്ടായിരിക്കും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ പോകുന്നത്. നോർത്തിന്ന് സൗത്തിലോട്ട്, കണ്ട, എപ്പോഴും നോർത്തിന്ന് സൗത്തിലോട്ട്. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഫസ്റ്റ് ഫിംഗർ വരുന്നത് ഇങ്ങനെയാണ്. ഈ ഒരു ഭാഗം ഇങ്ങനെയാണ് ഫസ്റ്റ് ഫിംഗർ വരുന്നത്, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. ഇനി നോക്കിയേ, കറണ്ടിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ് വരുന്നത്? കറണ്ട് എപ്പോഴും മൂവ് ചെയ്യുന്നത് പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലോട്ടാണ്, അല്ലേ? ഇതാണ് വലിയ വര, ഇതാണ് ചെറുത്. അപ്പൊ പോസിറ്റീവ് നിന്ന് എ ടു ബി, ഇങ്ങനെയാണ്. ഈ ഒരു ഭാഗം കൊണ്ടാണ് കറണ്ടിന്റെ ഡയറക്ഷൻ വരുന്നത്. അപ്പൊ നമുക്ക് കറണ്ടിന്റെ ഡയറക്ഷൻ എങ്ങനെ വരയ്ക്കാം? അതായത് മിഡിൽ ഫിംഗർ അഥവാ സെക്കൻഡ് ഫിംഗർ എന്നൊക്കെ പറഞ്ഞ ആ ഒരു സംഭവം കാണിക്കുന്നത് ഇങ്ങനെ. ഫസ്റ്റ് ഫിംഗർ അഥവാ ഫോർ ഫിംഗർ എന്നൊക്കെ പറഞ്ഞ ചൂണ്ടുവിരല് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നോർത്തിൽ നിന്ന് സൗത്തിലോട്ട് പോകണം. ഇനി ഈ ഒരു ഫിംഗർ സെക്കൻഡ് ഫിംഗർ എന്ന് പറഞ്ഞത് എന്തിനെ കാണിക്കുന്നു? ഡയറക്ഷൻ ഓഫ് ദ കറന്റ്. അങ്ങനെയെങ്കിൽ ഫോഴ്സ് വരുന്ന തമ്പ് എങ്ങനെ ഇരിക്കുക? മുകളിലോട്ട്. കണ്ട, ആ ഫോഴ്സ് വരുന്നത് മുകളിലോട്ടാണ്. അപ്പൊ ഈ എ ബി എന്ന് പറഞ്ഞ കണ്ടക്ടർ മൂവ് ചെയ്യുന്നത് അപ്വേർഡിലായിരിക്കും. കണ്ട, മുകളിലോട്ടായിരിക്കും ഈ എ ബി മൂവ് ചെയ്യുക. ഇത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ, ഇത് കറണ്ടിന്റെ ഡയറക്ഷൻ. തമ്പാണ് ഫോഴ്സിന്റെ ഡയറക്ഷൻ കാണിക്കുന്നത്. ഫോഴ്സ് എങ്ങോട്ടാണോ വരുന്നത് ആ ഒരു ഭാഗത്തേക്കാണല്ലോ ഈ ഒരു എ ബി എന്ന് പറഞ്ഞ മെറ്റൽ റോഡ് മൂവ് ചെയ്യുക. അപ്പൊ ഇത് മുകളിലോട്ടാണ് എ ബി മൂവ് ചെയ്യുക. അതായത് ഇങ്ങനെ മുകളിലേക്കായിരിക്കും ഈ ഒരു ഫോഴ്സിന്റെ ഡയറക്ഷൻ. അപ്പോൾ ഫ്ലെമിങ്സിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ വെച്ചിട്ടാണ് നമ്മളത് സ്റ്റേറ്റ് ചെയ്യുന്നത്. ഈ ഒരു ഭാഗം കണ്ട, ഈ ഒരു വിരൽ, ഇതിനാണ് ചൂണ്ടുവിരൽ അഥവാ ഫസ്റ്റ് ഫിംഗർ എന്ന് പറയുന്നത്. അപ്പൊ നോർത്തിൽ നിന്ന് സൗത്തിലോട്ട് പോയ കാരണം നമ്മൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളിൽ ഈ ഒരു ഫിംഗർ റെപ്രസെന്റ് ചെയ്യുന്നത് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡിനെയാണ്. ഇനി പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലോട്ട് കറണ്ട് വന്നത് കാരണം കണ്ട, ഡയറക്ഷൻ ഓഫ് കറണ്ട് സെക്കൻഡ് ഫിംഗർ അഥവാ മിഡിൽ ഫിംഗർ എന്ന് പറഞ്ഞത് കറണ്ടിന്റെ ഡയറക്ഷൻ ആണെങ്കിൽ മുകളിലത്തെ തമ്പ് റെപ്രസെന്റ് ചെയ്യുന്നത് ഫോഴ്സിന്റെ ഡയറക്ഷനെയാണ്. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഭാഗം എങ്ങനെ വെച്ചാലും ഒന്ന് ഈ ഒരു നമ്മുടെ വിരലുകൾ തിരിച്ചു മറിച്ചൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കണ്ടക്ടർ മൂവ് ചെയ്യുന്ന ഭാഗം ഓർത്തെടുക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെ വേണം ഈ ഒരു സംഭവം പഠിക്കാൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കി, വാട്ട് ഷുഡ് ബി ഡൺ ടു കീപ് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് റോഡ് അൺചേഞ്ച്ഡ്? കണ്ട, ആ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലും പറയുന്നത് ഈ എ ബി എന്ന് പറഞ്ഞ മെറ്റലോട് മുകളിലോട്ട് പോയിരിക്കണം. അതിന് മാറ്റൊന്നും വരാൻ പാടില്ല. അപ്പൊ തമ്പ് റെപ്രസെന്റ് ചെയ്യുന്നത് ഫോഴ്സ് ആണ്. അപ്പൊ എപ്പോഴും ഈ ഒരു ഭാഗം മുകളിലോട്ട് പോയിരിക്കണം. അപ്പൊ ഈ ഒരു തമ്പിന്റെ ഒരു കാര്യം നോക്കി, തമ്പാണ് ഫോഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ കൈ നേരത്തെ പിടിച്ച പോലെയല്ല, ഒന്ന് തിരിച്ചു പിടിച്ചു. അപ്പൊ എ ബി എന്ന് പറയുന്ന ഈ കണ്ടക്ടിങ് റോഡ് മുകളിലോട്ട്, അത് കറക്റ്റ് ആണ്. ഇനി കറണ്ടിന്റെ ഡയറക്ഷൻ വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. പക്ഷെ ഈ ഒരു സംഭവം മുകളിലോട്ട് തന്നെ പോയിരിക്കണം. കറണ്ടിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? ഇവിടുത്തെ നെഗറ്റീവ് പോസിറ്റീവായി, ഇവിടുത്തെ പോസിറ്റീവ് നെഗറ്റീവായി. അപ്പൊ പിന്നെ കറണ്ട് ഒഴുകുന്നത് എങ്ങനെയായിരിക്കും? കണ്ട, ഇങ്ങനെ. കണ്ട,
ഇങ്ങനെയാണ് കറണ്ട് ഒഴുകുക. നേരത്തെ ഇങ്ങനെയാണ് ഒഴുകിയിരുന്നത്. അപ്പൊ പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലോട്ട് കറണ്ട് ബാറ്ററി നമ്മൾ ചേഞ്ച് ചെയ്തപ്പോൾ കറണ്ട് ഒഴുകുന്നത് പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലോട്ടാണ്. അപ്പൊ കറണ്ടിന്റെ ദിശയാണ് ദേ ഈ ഒരു മിഡിൽ ഫിംഗർ എന്ന് പറയുന്നത് കറണ്ടിന്റെ ഡയറക്ഷനാണ്. ഇനി മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്താണ് സൂചിപ്പിക്കുന്നത്? അതും ഇങ്ങോട്ട് തന്നെയാണ്. അപ്പോൾ സൗത്തിനെ നോർത്ത് ആക്കുക, നോർത്തിനെ സൗത്ത് ആക്കിയാൽ മതി. മാഗ്നറ്റിക് പോളാരിറ്റി ഒന്ന് ചേഞ്ച് ചെയ്താൽ മതി. അതാണ് ഇവിടുത്തെ പോയിന്റ് കേട്ടാ. മാഗ്നറ്റിക് പോളാരിറ്റി ഒന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ അതേപോലെ തന്നെ കിട്ടും. ഒന്ന് തിരിച്ചു പിടിച്ചാൽ മതി. നമ്മൾ നേരത്തെ ഈ കൈ ഉള്ളിലോട്ടായിരുന്നു, നമ്മൾ ആദ്യത്തെ ഫിഗർ ഇങ്ങനെയായിരുന്നു. ഇപ്പോൾ ഈ ഒരു ഫിഗർ നേരെ തിരിച്ചു പിടിച്ചു. അപ്പൊ അപ്പോഴും ഫോഴ്സിന്റെ ഡയറക്ഷൻ മുകളിലോട്ട്, അത് കറക്റ്റ് ആണ്. ഇനി ഈ ഒരു ഫിംഗർ റെപ്രസെന്റ് ചെയ്യുന്നത് കണ്ട, നോർത്തിൽ നിന്ന് സൗത്തിലോട്ട് കണ്ട, ഇങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡിൽ പോയി. ആ ഫിഗർ കാണിച്ചിരിക്കുന്നത് കറക്റ്റ് ആണ്. തേർഡ് ഫിംഗർ കറണ്ടിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തപ്പോൾ അതും കറക്റ്റ് ആണ്. അപ്പോൾ മാഗ്നറ്റിക് പോളാരിറ്റി ആണ് അവിടെ റിവേഴ്സ് ചെയ്യേണ്ടത്. ഈ ഒരു കാര്യം നിങ്ങൾ നന്നായിട്ട് പഠിക്കണം കേട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കി, വാട്ട് ഈസ് ദ എനർജി ടേക്കിംഗ് പ്ലേസ് ഇൻ എ മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ? നമ്മൾ പഠിച്ചതാണ്. എന്ത് എനർജി ആയിട്ട് മാറും? ഇലക്ട്രിക്കൽ എനർജി സൗണ്ട് എനർജി ആയിട്ട് മാറും. ഇനി മോട്ടോർ പ്രിൻസിപ്പിൾ കണ്ട, നെയിം 2 ഡിവൈസസ് ദാറ്റ് വർക്ക് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് മോട്ടോർ, അഥവാ മോട്ടോർ പ്രിൻസിപ്പിൾ വർക്ക് ചെയ്യുന്ന 2-3 ഡിവൈസ് അറിയാലോ. ഒന്ന് മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ, അതിൽ വർക്ക് ചെയ്യുന്നതാണ്. ഫാൻ വർക്ക് ചെയ്യും, മിക്സി വർക്ക് ചെയ്യും, വാട്ടർ പമ്പ് വർക്ക് ചെയ്യും. അപ്പൊ ഏതെങ്കിലും 2 ഡിവൈസ് പഠിച്ചിരിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.